അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഈ യോഗം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പുറത്തു പറയുന്ന നയം. അതുകൊണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒറ്റയൊരുത്തനും രാമനുണ്ണിക്ക് നേരെ ചീറാനോ തുപ്പാനോ തോണ്ടാനോ പാടില്ല. പോളിംഗ് കഴിയുന്നത് വരെ. ആളുകൾ ചിലപ്പോൾ എമോഷണലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന പോലെ ചെയ്യണ്ടെന്ന് പറയുമ്പോഴും അനുസരിക്കണം. അതാണ് അണി. ഓന്റെ സമ്മേളനത്തിന് നമ്മുടെ ഒരാളും കച്ചറ ഉണ്ടാക്കരുത്. മനസ്സിലായോ? അല്ല, സഖാവിന്റെ പേരെപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓന്റെ സമ്മേളനം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് ചെമ്പാറ മൈതാനിയിലെ പടുകൂറ്റൻ സ്റ്റേഡിയത്തിൽ ഏറനാട് സ്റ്റാലിയൻസും തലശ്ശേരി ബ്ലോക്ക് ബസ്റ്റേഴ്സും. എന്നാടോ ഇതിന്റെ ഫൈനല്? ഈ 16-ന്. അന്നല്ലേ നോമിനേഷൻ വിഡ്രോ ചെയ്യാനുള്ള ലാസ്റ്റ് ദിവസം. അതെ. അപ്പൊ കളി കാണാം. നമ്മള് ഒന്ന് രാജിവെച്ച വേണ്ട, രാജിവെക്കണമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചാ മതി, ഉടനെ പിടിച്ച് പുറത്താക്കും. അതാണല്ലോ ഈ CDPന്റെ രീതി. നിങ്ങൾക്കറിയാല, ഇപ്പൊ തന്നെ സ്വന്തം MLA സ്ഥാനം പോലും പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിറങ്ങിപ്പോന്ന ആളാണ് ഈ രാമനുണ്ണി. എന്താ കാര്യം? CDPന്റെ വികലമായ രാഷ്ട്രീയ നയങ്ങൾ സഹിക്കാൻ വയ്യാത്തോണ്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ധീരത, ആ ആദർശ ശുദ്ധി, അതാണ് രാമനുണ്ണിയെ NSPക്ക് സ്വീകാര്യനാക്കിയ. ഞാനിപ്പോ എന്തിനൊക്കെ കൂടുതൽ പറയുന്നത്? ഇനി രാമനുണ്ണി നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ്. ഇന്നിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ അധികവും അവരാണല്ലോ. ഇത്ര വലിയ ജനക്കൂട്ടം കണ്ടപ്പോ തോമസ് ചാക്കോ പറഞ്ഞു, തനിക്കിവിടെ വലിയ ജനസമ്മതിയാണല്ലോ. എന്നെ തൂക്കിക്കൊല്ലണമെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ. ശരിയല്ലേ? എനിക്കൊരു പേരിട്ടത് എൻ്റെ മുത്തച്ഛനാണ്, രാമനുണ്ണി. ഒരാഴ്ച മുമ്പ് TV ചാനലുകളുടെ മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ രണ്ടാമതൊരു പേരിടൽ കർമ്മം നടത്തി. പുതിയ പേര് വർഗവഞ്ചകൻ. ഇതിപ്പോ രാമൻ, കൃഷ്ണൻ, ബാബു, വർഗീസ്, മുഹമ്മദ്, ശശി, ഇതൊക്കെ ഒരാൾക്ക് മാത്രമുള്ള പേരാണോ? അല്ല. വർഗവഞ്ചകൻ എന്ന പേര് ഇതിനു മുമ്പും പാർട്ടിക്കാർ ഒരുപാട് പേർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോ അമ്മ വിളിക്കും, മോനെ വർഗവഞ്ചക, കഞ്ഞികാലായി വന്ന് കുടിക്കാന്ന്. അമ്മമാരെന്ത് വിളിച്ചാലും അത് കേൾക്കാൻ ഒരു സുഖ അല്ലേ? എന്താണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം? പുറത്ത് പറഞ്ഞ് പുകിലാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഒന്നും ഈ പത്രക്കാരോട് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ വർഗവഞ്ചകനായതുകൊണ്ട് പറയാലോ. പശുവിന്റെ അകിട്ടിൽ ബ്ലേഡ് വെക്കാൻ നോക്കിയ കറവക്കാരനെ തല്ലണോ വേണ്ടയോ? തല്ലണം, കാരണം നോക്കി തല്ലണം. വീടില്ലാത്ത 1000-ഓളം പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ 10 വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്ത 50 ഏക്കർ ഭൂമി ഒരു പ്രവാസി വ്യവസായിക്ക് വെറും ചായക്കാശിന് കൈമാറാൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനൻ ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തതാണ്. ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അല്ലെങ്കിൽ വർഗവഞ്ചന. തിണ്ടിത്രം കാണിച്ച് അടി കൊടുക്കാതെ വിടരുതെന്ന് സഖാവ് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി രാഘവൻ, എന്റെ അച്ഛൻ. അതുകൊണ്ടാണ് കൊടുത്തത് ഘനത്തിൽ ഒരെണ്ണം അമ്പാടി മോന്റെ ചകിട്ടത്ത്. മാക്സിമം സഹാക്കളെ കൂട്ടണം. പ്രകടനം വിടുന്ന പുറപ്പെടുന്നത്. ഇവിടെ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണോ ഭാര്യയെ? താൻ കിടന്നോ, ഞാൻ വന്നോളാം. ഓക്കെ. CDP ആയിക്കര ഏരിയ കമ്മിറ്റി ഓഫീസിൽ 500 പേർ ഒത്തുചേർന്നിട്ടുണ്ട്. പർപ്പസ് എന്താണെന്ന് വ്യക്തമല്ല. കൺട്രോൾ കോളിംഗ് രാമനുണ്ണിയുടെ വീട്ടിലേക്ക് സംഘചേർന്ന് പോകാനുള്ള തീരുമാനമാണ് അറിയുന്നത്. നമ്മുടെ വീടിന്റെ മുമ്പിൽ പാർട്ടിക്കാരുണ്ടാവില്ലേ? പിന്നെ കുറച്ചു പേരുണ്ടാവും. ഈ പാനു സാർ വിചാരിക്കാതെ ഒരുപാട് പേരെ കിട്ടില്ല. പോലീസ് പുറകിലുണ്ടല്ലോ.
പകല് പോയാൽ മതിയായിരുന്നു. അല്ല, പേടിക്കാനൊന്നുമില്ല. പോലീസുകാർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, മുമ്പിലുണ്ട് പുറകിലുണ്ട്, അതുകൊണ്ട് പേടിക്കണം. നിക്ക്, ഒരു CDP ഏരിയ കമ്മിറ്റി മെമ്പറുടെ വീടല്ലേ, ആദ്യം ഞങ്ങൾ കയറി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. പ്രൊട്ടക്ഷനൊക്കെ പുറത്തു മതി. അകത്തായാലും പുറത്തായാലും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജോലിയല്ലേ. സോറി. അമ്മയുടെ അകട്ടിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരൊറ്റ ഒരുത്തൻ ഈ പടി ചവിട്ടി പോരുത്. കേറി വേണം. ചെല്ല്. അപ്പൊ ശരി, രാവിലെ ഗസ്റ്റ് ഹൗസിൽ കാണാം. വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൽ പോവാം. വാ. അപ്പൊ ഇന്ന് ഇവിടെയാണോ താമസം? ഇന്ന് മാത്രമല്ല, ഇനി എന്നും. ടീച്ചർ വാ, ഒരു കഞ്ഞി കുടിക്കാം. ആ, കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി കുടിക്കാൻ തന്നെയാണോ? നമസ്കാരം. ഇവനെന്താടാ ഇവിടെ? ഞാൻ സെക്രട്ടറി ആണമ്മേ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. സെക്രട്ടറി യൂത്ത് വിങ് ഒക്കെ പുറത്ത്. താങ്ക് യു അമ്മേ, താങ്ക് യു വെരി മച്ച്. TC, താൻ പുറത്ത് വെയിറ്റ് ചെയ്യ്, പറഞ്ഞിട്ട് പോവാം. സഖാവേ. എന്നാ വേണ്ട, നല്ല വിശപ്പുണ്ട്. ദാ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗം TV അമ്മ കാണുന്നും ഇങ്ങോട്ട് വരുമ്പോ അച്ചിങ്ങ മെഴുക്കുവരട്ടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന എനിക്കറിയായിരുന്നു. എത്ര വേഗം പഠിച്ചു അമ്മമാരുടെ മെഴുക്ക് പുരട്ടിയ പൈങ്കിളി വാചകങ്ങള്. പൈങ്കിളി കാണിക്കാം, പറയരുത്. മുലകൂടി മാറി മിണ്ടാൻ തുടങ്ങിയപ്പോൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല, അതിനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്. വിശദീകരിച്ചും തന്നു നിന്റെ അച്ഛൻ. നിന്നെ പ്രസവിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് മോൻ ഗർഭപാത്രത്തിൽ നിന്നേ തുടങ്ങട്ടേന്നായിരുന്നു വാചകം. വളർന്ന് വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവ് മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. തന്തയ്ക്ക് പറക്കാത്തവൻ. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറയും ഞാൻ. ഒരു ലാൽ സലാം.